ഇത് ചമ്പക്കുളം പള്ളിയാണ്. കേരളത്തിലെ വള്ളംകളി സീസണിന് ഔദ്യോഗികമായി തുടക്കം കുറിക്കുന്ന ചരിത്രപരമായി ഏറെ പ്രാധാന്യമുള്ള ഒരു ജലോത്സവമാണ് ചമ്പക്കുളം മൂലം വള്ളംകളി. കേരളത്തിൽ ഇന്നും നടന്നുവരുന്ന വള്ളംകളികളിൽ ഏറ്റവും പഴക്കമുള്ളതാണ് ചമ്പക്കുളം വള്ളംകളി. ഇതിന് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യവും ഐതിഹ്യവുമുണ്ട്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്കായി കുറിച്ചിയിലെ കരിങ്കുളം ക്ഷേത്രത്തിൽ നിന്നും വിഗ്രഹം കൊണ്ടുവന്ന ചരിത്രവുമായി ഇതിന് ബന്ധമുണ്ട്. വിഗ്രഹവുമായി വരുന്ന വഴിക്ക് രാത്രിയായപ്പോൾ രാജാവിന്റെ നിർദ്ദേശപ്രകാരം ചമ്പക്കുളത്തുള്ള ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ, മാപ്പിളശ്ശേരി തറവാടെന്ന് പറയും, വിഗ്രഹം സൂക്ഷിക്കുകയും അവരതിന് വലിയ സ്വീകരണവും സംരക്ഷണവും നൽകുകയും ചെയ്തു. പിറ്റേന്ന് വിഗ്രഹവുമായി അമ്പലപ്പുഴയിലേക്ക് പോയപ്പോൾ പ്രദേശത്തെ ജനങ്ങൾ വള്ളങ്ങളിൽ അകമ്പടി സേവിച്ചു. ഈ സംഭവത്തിന്റെ ഓർമ്മയ്ക്കായി വർഷം തോറും മിഥുനമാസത്തിലെ മൂലം നക്ഷത്രത്തിലാണ് ചമ്പക്കുളം വള്ളംകളി നടത്തപ്പെടുന്നത്. ജാതിമത ഭേദമന്യേ എല്ലാവരും ഒത്തുചേരുന്ന ഒരു വലിയ ഉത്സവമാണിത്. ഇന്നും വള്ളംകളിക്ക് മുന്നോടിയായി മാപ്പിളശ്ശേരി തറവാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പ്രസാദം സ്വീകരിച്ച ശേഷമാണ് ഔദ്യോഗിക ചടങ്ങുകൾ ആരംഭിക്കുന്നത്. ഇത് കുട്ടനാടിന്റെ ശക്തമായ മതസൗഹാർദ്ദ പാരമ്പര്യത്തെ കാണിക്കുന്നു. കേരളത്തിലെ വള്ളംകളി മത്സരങ്ങളുടെ കലണ്ടർ ആരംഭിക്കുന്നത് ചമ്പക്കുളം വള്ളംകളിയോടെ. ഇതിനുശേഷമാണ് നെഹ്റു ട്രോഫി ഉൾപ്പെടെയുള്ള മറ്റ് പ്രശസ്തമായ മത്സരങ്ങൾ നടക്കുന്നത്. നെഹ്റു ട്രോഫിയിൽ പ്രധാനമന്ത്രിയുടെ പേരിലുള്ള ട്രോഫിയാണെങ്കിൽ ചമ്പക്കുളത്ത് വിജയിക്കുന്നവർക്ക് നൽകുന്നത് രാജപ്രമുഖൻ ട്രോഫിയാണ്. സാധാരണയായി ജൂൺ അല്ലെങ്കിൽ ജൂലൈ മാസങ്ങളിലാണ് ഇത് അരങ്ങേറാറുള്ളത്.